നമ്മളിന്ന് പോകുന്നത് തിരുവല്ലയിലേക്കാണ്. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് വൈകുന്നേരം നമ്മുടെ കമ്പനി വാട്സപ്പിൽ വന്ന റിക്വസ്റ്റായിരുന്നു. ഫോർച്യൂണറിൻ്റെ ബാറ്ററി കംപ്ലയിൻറ്റും അതുപോലെ തന്നെ വീട്ടിലേക്ക് ഒരു ഇൻവെർട്ടർ സെറ്റും മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നമുക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ തിരുവല്ലയ്ക്ക് പോവുകയാണ്. തിരുവല്ല സന്തോഷ് സാറിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ക്ലൈൻറ്റ് തന്ന ലൊക്കേഷൻ പ്രകാരം നമ്മൾ തിരുവല്ല എത്തിയിട്ടുണ്ട്. ഇതാണ് സാറിൻ്റെ വീട്. സാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫോർച്യൂണർ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇപ്പോൾ ഇൻവെർട്ടർ വെക്കാം. ഇൻവെർട്ടർ വെച്ച ശേഷം നമുക്ക് ഫോർച്യൂണറിൻ്റെ ബാറ്ററി മാറാം. നമ്മൾ ഇവിടത്തേക്ക് കൊടുത്തിരിക്കുന്നത് 1600 ലിപ് ഗാർഡിൻ്റെ ഇൻവെർട്ടറും 200 എച്ചിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ട്രോളിയും കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇൻവെർട്ടറിൻ്റെ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫോർച്യൂണറിൻ്റെ ബാറ്ററി ഫുൾ ഡെഡാണ്. സെൻട്രൽ ലോക്ക് പോലും വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് മാനുവലി ഓപ്പൺ ചെയ്യാം. നമ്മൾ ഫോർച്യൂണർ കൊണ്ടുവന്നിരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. പഴയ ബാറ്ററി ഫുൾ വീക്കാണ്. നമ്മൾ ഏത് വണ്ടിയുടെ ബാറ്ററി മാറിയാലും നമ്മൾ 5 കിലോമീറ്റർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാറുണ്ട്. അതിനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററി മാറിയ സമയത്ത് നമുക്ക് ECMൻ്റെയൊക്കെ പ്രോഗ്രാമിംഗ് ഒക്കെ മാറിപ്പോകാറുണ്ട്. അങ്ങനെ മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്രോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അന്നേരം റണ്ണിങ് സമയത്ത് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് ഐഡിയൽ കിട്ടാതെ വരും. വണ്ടിക്ക് വൈബ്രേഷൻ മാറി ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്നു. നമ്മൾ വണ്ടി ഒരു 5 കിലോമീറ്റർ ഓടിച്ച് നോക്കി. വൈബ്രേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. കസ്റ്റമറെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പരമായിട്ടുള്ള വണ്ടിപരമായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ചങ്ങനാശ്ശേരിക്കാണ്. ചങ്ങനാശ്ശേരി ഒരു വീഡിയോയുടെ കേബിളിങ്ങിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് നേരെ ചെങ്ങന്നൂർ ചെറിയൊരു CCTVയുടെ കംപ്ലയിൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ആറന്മുള കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മൾ ഓഫീസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.